നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്ന് കേട്ടിട്ടില്ലേ? എന്നാൽ ആ വാചകങ്ങളോട് അന്വർത്ഥമാക്കുന്ന പ്രവൃത്തിയാണ് കഴിഞ്ഞ ദിവസം കൊല്ലത്ത് അരങ്ങേറിയത്. മറ്റൊന്നുമല്ല, നവകേരള സദസ്സിനെതിരെ പ്രതിഷേധിച്ച യുവമോർച്ചയുടെ ദണ്ഡാപ്രഹാർ യജ്ഞമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയം. അതുമായി ബന്ധപ്പെട്ട വീഡിയോകളും ചർച്ചകളുമാണ് സോഷ്യൽ മീഡിയയിൽ ആകെ പരക്കുന്നത്. ഇതേ വിഷയവുമായി ഒരു ചെറുപ്പക്കാരന്റെ വീഡിയോ ഇപ്പോൾ വൈറലാവുന്നുണ്ട്. പ്രതിഷേധിക്കാൻ ഇത് യൂത്ത് കോൺഗ്രസോ ലീഗോ ഒന്നുമല്ല, യുവമോർച്ചക്കാരാണെന്ന് പറഞ്ഞാണ് ആ വീഡിയോ തുടങ്ങുന്നത് തന്നെ. ആ വീഡിയോയുടെ പൂർണ്ണരൂപം ഇപ്രകാരമാണ്. ഇനി നമുക്ക് കൊറോണ വന്നാൽ പോലും പ്രതിരോധിക്കാൻ പറ്റുന്ന അത്രയും നല്ല രക്ഷാപ്രവർത്തനങ്ങളാണ് ഇപ്പം യുവമോർച്ചയും BJP-ക്കാരും RSS-കാരൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്കിതൊന്ന് എല്ലാവരെയും ഒന്ന് അറിയിക്കണം, മനസ്സിലായില്ലേ? അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വെളുപ്പാൻ രാവിലെ 4 മണിക്ക് വന്നിട്ട് ഈ ഒരു വീഡിയോ ഇടുന്നത്. നിങ്ങളെ ഫ്രണ്ട് ലിസ്റ്റിലുള്ള കൂട്ടുകാർക്ക് കൂടെ ഒന്ന് അയച്ചു കൊടുക്കണം കേട്ടോ. കാരണം യുവമാർക്ക് വെച്ചാൽ ഈ ദണ്ഡയെ പറ്റിയൊന്നും ഒരു പുണ്ണാക്കും അറിഞ്ഞുകൂടാ, മനസ്സിലായില്ല. ഒരു പോലീസുകാരുടെ ലാത്തി കൊണ്ട് മാത്രമേ ഈ DYFI-ക്കാരെ പണ്ടങ്ങും അടികൊണ്ടിട്ടുള്ളൂ. അപ്പൊ ഇവരുടെ അടുത്ത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 100 ലാത്തിക്ക് തുല്യമാണ് ഒരു ദണ്ഡ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ അതിനെപ്പറ്റി ഒന്ന് ജസ്റ്റ് ഒന്ന് പഠിച്ചിട്ടൊക്കെ വേണം ഈ നമ്മുടെ ഈ നിങ്ങൾ പറഞ്ഞ സംഖ്യകളുണ്ടല്ലോ, ഈ സംഖ്യകളെയൊക്കെ നേരിടാനായിട്ട് പോവാൻ കേട്ടാ. പക്ഷെ ഇവന്മാർക്ക് പറ്റിയ അബദ്ധം എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ? ഇവന്മാർ ഈ യുവമോർച്ചക്കാരും BJP-ക്കാരും കൊണ്ടുവന്ന കരിങ്കൊടിയും അവരുടെ കൊടിയും മാത്രമേ കണ്ടുള്ളൂ. ഈ പൊട്ടന്മാര് ഈ കൊടി കെട്ടിയിരുന്ന കമ്പ് ദണ്ഡയാണെന്നുള്ള കാര്യം ഇവന്മാർ മനസ്സിലാക്കിയില്ല കേട്ടാ. അയ്യോ, ജീവിതത്തിൽ ഇനി അവന്മാർ ഈ അടി കിട്ടിയവന്മാരുണ്ടല്ലോ, ജീവിതത്തിൽ അവൻ്റെയൊക്കെ ലൈഫിൽ ഇനി അവന്മാർ RSS-കാരനെയോ BJP-ക്കാരനെയോ യുവമോർച്ചക്കാരനെയോ അടുത്തുകൂടി പോലും ഇവന്മാർ പോകില്ല. കാരണം അമ്മാതിരിയുള്ള രക്ഷാപ്രവർത്തനമാണ് അവന്മാർ കൊടുത്തിട്ടുള്ളത്. ഒരു രക്ഷയില്ലാത്ത രീതിയിലുള്ള രക്ഷാപ്രവർത്തനമാണ്. കാരണം ഹോസ്പിറ്റലുകളിലുള്ള ചെന്നപ്പോഴത്തേക്കും അവിടെയുള്ള കാഴ്ചകളെന്ന് പറയുന്ന തലയിൽ ഞാൻ നേരത്തെ പറയുന്നുണ്ട്, തലയിൽ ചിത്രം വരച്ചു വെച്ചിരിക്കുന്നു ഈ യുവമോർച്ചക്കാരന്മാർ. നിങ്ങൾ എന്തൊരു കണ്ടിട്ട് ഈ യുവമോർച്ചക്കാരത്തെ കയറി മുട്ടാൻ നിൽക്കുന്നത്? KSU-കാരെന്ന് പറഞ്ഞാൽ അവർ ചിലപ്പം ജനാധിപത്യ ബോധമൊക്കെ ഉള്ള ആൾക്കാരാണ്. കാരണം അവർ ഇവിടെ അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവിടെയൊക്കെ കാണിച്ചു കൊടുക്കും. പക്ഷെ ഇവന്മാരെന്ന് പറഞ്ഞാൽ ശരിക്കും നിങ്ങളുടെയൊക്കെ ഭാഷ പറഞ്ഞാൽ അറിയാലേ, വട്ടന്മാരാണ്. ഒരു മയം ഉണ്ടാവില്ല, സീരിയസ് ആയിട്ട് പറയണം, ഒരു മയം ഉണ്ടാവില്ല. കാരണം ഇവർ 5 വയസ്സ് മുതൽ 6 വയസ്സ് മുതൽ കൂടി ഒരു 10 വയസ്സ് കൂടി 10 വയസ്സ് മുതൽ ദണ്ഡ ചുരട്ടാൻ തുടങ്ങിയ ടീമുകളാണ് ഈ RSS-കാരെന്ന് പറയുന്നത്. അവന്മാരുടെ അടുത്ത് നിങ്ങൾ മറ്റേ ഒരു കമ്പും ചെട്ടിയെടുത്ത് കക്ഷത്തിന്റെ അടിയിൽ വെച്ചിട്ട് 8-10 റോഡിലെ റൂട്ട് മാർച്ച് നടത്തുന്ന കണക്കൊന്നും അല്ല അവന്മാരുടെ റൂട്ട് മാർച്ച്. നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലേ? നിങ്ങൾ ഇവന്മാരെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടെങ്കിലും അവന്മാർ റൂട്ട് മാർച്ച് നിങ്ങൾ പലതും കണ്ടിട്ടുള്ളതല്ലേ? എന്റെ പൊന്ന് സഹോദര, ജീവനിൽ നിങ്ങൾക്ക് കൊതിയുണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം, അവന്മാരെടുത്ത് മുട്ടാൻ നിൽക്കല്ലോ, മനസ്സിലായില്ല? നിങ്ങൾ എണ്ണത്തിൽ നിങ്ങൾ കൂടുതലായിരിക്കും, പക്ഷെ ചങ്കുറപ്പിന്റെ കാര്യത്തിൽ അവന്മാർ വേറെ ലെവലാണ്. നിങ്ങൾ 5000 പോലീസുകാരെ ചുറ്റി നിർത്തിയിട്ടാണ് നിങ്ങൾ ഈ ഡിങ്കോൾഫികൾ ഇവന്മാരെ ഈ KSU-കാരന്മാരുടെ നെഞ്ചത്ത് കയറിയത്. ഏത് പൂച്ചട്ടി കൊണ്ടും ഹെൽമറ്റ് കൊണ്ടൊക്കെ രക്ഷാപ്രവർത്തനം നടത്തി. ഇത്രയും പോലീസുകാർ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തിക്കൊണ്ട് അതുപോലെ പാലും മറ്റേ ബിസ്ക്കറ്റും തന്നിട്ട് മോനെ ആർഷോ വാടാ, ഒന്ന് വാടാ മോനെ, നിന്റെ അച്ഛനോടാ പറയണം ഒന്ന് വാടാന്നൊക്കെ പറഞ്ഞ് സ്നേഹിച്ച് ലാളിച്ച് നിർത്തുന്ന ഇത്രയും പോലീസുകാരുടെ ഇടയിൽ കിടന്നിട്ടാണ് നിങ്ങൾ ഇത്തിരി ഷോ കാണിച്ചത്. അപ്പം നിങ്ങളാണ് മാസ്. അതായത് ഇത്രയും പോലീസുകാർ ഇവർ ഈ സംഖ്യകൾക്ക് ഓപ്പോസിറ്റായിട്ട് നിൽക്കണം എന്ന് അറിഞ്ഞിട്ടും അവിടെ വന്ന് മാസ് കാണിച്ച ഈ സംഖ്യകളാണ് ശരിക്കും മാസ്. ശരിക്കും ആർക്കാണ് ഇരട്ടച്ചങ്ക്? നിങ്ങളെ പോലുള്ള മറ്റേ നേതാക്കന്മാർ കൈകൊണ്ടുള്ള പ്രത്യേക ആക്ഷനും കോപ്പും മാത്രമേ അറിയാവൂ. പക്ഷെ ഇവന്മാരുടെ ആക്ഷൻ നിങ്ങൾക്ക് അറിഞ്ഞൂടാ. ഞാൻ ഒന്നും കൂടി പറയണേ, ദണ്ഡയും കൊണ്ട് നിൽക്കുന്ന ഒരു സംഘപ്രവർത്തകന്റെ അടുത്ത് മറ്റേ കണാകുണ ചെന്ന് കയറി കൊടുത്താണ്ടല്ലോ, അവന്മാരെ എടുത്തിട്ട് നല്ല വേഷത്തരും. അപ്പൊ ഇതെന്റെ കൂട്ടുകാരന്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് എല്ലാ ആൾക്കാർക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. കാരണം ഈ പൊട്ടന്മാർക്ക് ഇവന്മാർ പിന്നെ മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ടല്ലേ, 6 അടി മുളവടി കയ്യിലേന്തി ഓം കാളി കണ്ടം കാളി എന്ന് വിളിച്ച് നടക്കുന്ന സംഖ്യകളെയെന്ന്. ഈ മണ്ടന്മാരുടെ അടുത്ത് ആരെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം കേട്ടോ. ഈ ദണ്ഡയുടെയൊക്കെ ഒരു സുഖം എന്ന് പറയുന്നത് അത്ര ഈ അടുത്ത കാലത്തൊന്നും ഇനി മായൂല ഈ സാധനം. അപ്പം ഇവന്മാർ ഇനിയെങ്കിലും ഈ സമരം വിളിക്കാനായിട്ട് നടക്കുന്ന സമയത്ത് ഇവന്മാരൊന്ന് ആലോചിച്ച് നോക്കുക. കാരണം ആ കരിങ്കൊടി ഏത് കമ്പിലാണ് കെട്ടിയിരിക്കുന്നത് കൂടി നിങ്ങൾ നോക്കണം കേട്ടോ. അതുകൂടെ ഒന്ന് നോക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ഇതേ കണക്ക് ഇനി പട്ടിയെ പോലെ തിരിവ് കിടന്ന് നീയൊക്കെ വാങ്ങിച്ചു കൂട്ടും. നിനക്കൊക്കെ അത്രയ്ക്ക് അഹങ്കാരങ്ങൾ നീയൊക്കെ കാണിച്ചിട്ടുണ്ട്. ഒരു വികലാംഗനായിട്ടുള്ള 2 കാലില്ലാത്തൊരു വികലാംഗനെ പോലും അവനെ പുറകിൽ നിന്ന് പോയി ചവിട്ടുന്ന ഡിങ്കോൾഫികളായിട്ടുള്ള നിനക്കുണ്ടല്ലോ ചങ്കൂറ്റ ഇല്ലാത്ത, അതായത് 2 കാലില്ലാത്തൊരു മനുഷ്യൻ ഓടിയെന്ന് നിങ്ങളൊന്നും ചെയ്യില്ലെന്നൊക്കെ നല്ല ഉറപ്പുണ്ട്. എന്നിട്ട് കൂടി അതായത് 2 കാലില്ലാത്ത ഒരു KSU-കാരന അവന്റെ പുറകിൽ നിന്ന് പോയി അവരെ ചവിട്ടാൻ നിങ്ങൾ കാണിച്ച ആ ഒരു മനസ്സുണ്ടല്ലോ ഡിങ്കോൾഫിക്കാരെ, അതുകൊണ്ട് പുറകിൽ നിന്ന് പോയി ചവിട്ടാൻ കാണിച്ച ആ ഒരു മനസ്സ് നിങ്ങൾക്ക് തുടങ്ങിയിട്ടില്ല ഉള്ളൂ. പക്ഷെ നിങ്ങൾ കുറച്ച് താമസിച്ചു. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് കാസർഗോഡ് മുതൽ ഈ യുവമോർച്ചക്കാരും BJP-ക്കാരും RSS-കാരും തുടങ്ങിയിരുന്നെങ്കിലുണ്ടല്ലോ ഈ കേരള യാത്ര ഭയങ്കര മനോഹരമായിരുന്നു. നമുക്ക് കണ്ടോണ്ടിരിക്കുക ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പക്ഷെ ഇതിപ്പോൾ അവസാന ഘട്ടത്തിലായിപ്പോയി. ഇത്രയും കാലം KSU-കാരായിരുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ KSU-കാരുടെയൊക്കെ ഈ കോൺഗ്രസ്സുകാരുടെയൊക്കെ കുറെ പ്രൊഫൈലുകൾ ഞാൻ കണ്ടു കേട്ടോ. അവർക്ക് ഇതുപോലെ ഒരു സന്തോഷം വേറെ ഇല്ല. അവരുടെ എല്ലാ ഹാഷ്ടാഗും മോളിൽ കൊടുത്തിരിക്കുന്നത് കൊടുത്താൽ കൊല്ലത്തും കിട്ടും.
കാരണം അവർ ഹാപ്പിയാണ്. ഇപ്പൊ അവർ മാത്രമല്ല, കേരളത്തിലുള്ള ഏകദേശം രാഷ്ട്രീയം എന്നെ പോലെ രാഷ്ട്രീയം വീക്ഷിക്കുന്ന ഒരു 80% ആൾക്കാരുടെയും അവരുടെ പ്രൊഫൈലുകൾ നോക്കിയാൽ മനസ്സിലാവും ഫുൾ സന്തോഷമാണ്. കാരണം നിങ്ങൾക്ക് അടി കിട്ടിയാൽ തുടങ്ങി അറിഞ്ഞപ്പോൾ തന്നെ അവരെല്ലാം ഫുൾ ഹാപ്പിയാണ്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എന്നെ ഇനി സംഖ്യ എന്നല്ല എന്ത് മലരെന്ന് പറഞ്ഞാലും ശരി, എന്നാൽ ഞാൻ ഫുൾ ഹാപ്പിയാണ്. കാരണം അതിനും വേണ്ടി നിങ്ങളെ സഹിക്കുന്നുണ്ട്. ഈ പിണുങ്ങാണ്ടി എന്ന് പറയുന്ന ഒരു വേട്ടാവളിയെ സഹിച്ച് മടുത്ത്. പക്ഷെ ആ പിണുങ്ങാണ്ടിയെക്കാളും വലിയ പേടിത്തൂറികളാണ് നിങ്ങൾ. പിണുങ്ങാണ്ടിക്ക് 4000 പോലീസിന്റെ ഇടയിൽ നിന്നിട്ടാണ് പിണുങ്ങാണ്ടി വെല്ലുവിളിക്കുന്നത് നാട്ടിലുള്ള മുഴുവൻ ആൾക്കാരെ. ഒരു വിവരമില്ലാത്ത, സംസ്കാരമില്ലാത്ത, സംസാരിക്കാൻ അറിഞ്ഞൂടാത്ത ഇതുപോലൊരു കിഴങ്ങനായിട്ടുള്ള ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ ചരിത്രത്തിലുണ്ടായിട്ടില്ല. ഒരു പൊതുവേദിയിൽ എങ്ങനെ സംസാരിക്കണമെന്ന് അറിഞ്ഞൂടാ, സഹപ്രവർത്തകരോട് എങ്ങനെ സംസാരിക്കണം എന്ന് അറിഞ്ഞൂടാ, വീട്ടിലുള്ള ജോലിക്കാരോട് സംസാരിക്കുന്നതിനൊക്കെയാണ് അയാൾ മുഖ്യമന്ത്രിയാണ് അങ്ങനെ കിഴങ്ങൻ സംസാരിക്കുന്നത്. ഒരു വിവരമില്ലാത്തടുത്ത്. ഇപ്പൊ ഞാനിപ്പോൾ എനിക്ക് വിവരമില്ലാത്തവരെ പറഞ്ഞാൽ ഓക്കെ, ഞാൻ വെറും ഒരു പൊതുജനമാണെന്ന് കണ്ടങ്ങ് ഇതായിക്കളയാം, അല്ലെങ്കിൽ ഈ പ്രവർത്തകർ കാണിക്കുന്നത് കണ്ടങ്ങ് നമുക്ക് തള്ളിക്കളയാൻ പറ്റും. പക്ഷെ ഒരു മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ അത്രയും പദവിയിലിരിക്കുന്ന ഒരു വ്യക്തി വാ തുറന്ന പറയുന്ന മുഴുവൻ വിവരക്കേട്, സഹപ്രവർത്തകരോടുള്ള ഒരു മാന്യമായിട്ട് സംസാരിക്കാൻ അറിയില്ല, ഇത്രയും പ്രായമൊക്കെ ആയില്ലേ, വിവരമില്ലാത്ത ഇയാളെയൊക്കെ ചുവന്നുകൊണ്ട് നടക്കണം. നിനക്ക് ഇത് കിട്ടിയാൽ പോരാ, പിന്നെ നിനക്കൊക്കെ തുടങ്ങിയിട്ടേ ഉള്ളൂ. മനസ്സിലായില്ലേ? സ്റ്റാർട്ടിങ് ആണ്. നീയൊക്കെ വിചാരിച്ചോണം നിന്നെയൊക്കെ ജനം ഇത്രത്തോളം സഹിച്ച് മടുത്തിട്ടാണ് നിനക്കൊക്കെ ദണ്ടാക്കി വെച്ചു നല്ല ദണ്ട കൊണ്ട് തന്നെ നിനക്ക് മരുന്ന് എന്ന് തുടങ്ങി. പക്ഷെ ഈ അടിച്ചിട്ടുള്ള അവരുണ്ടല്ലേ, ഞാൻ RSS കാരൻ തേങ്ങയൊന്നുമില്ല. എന്നാലും ഞാൻ പറഞ്ഞു, എനിക്ക് ബിഗ് സല്യൂട്ടാണ് അവരെടുത്ത്. കാരണം അവർ ഇതിൽ കൂടുതൽ നന്മ ഈ കേരളത്തോട് ചെയ്യാവുന്നില്ല. നിങ്ങൾ അമ്മാതിരി നിങ്ങളെ കയ്യിലെടുത്ത് കഴിഞ്ഞു. ഒരു രാഷ്ട്രീയം ഇല്ലാത്ത ആൾക്കാരുണ്ടല്ലോ, ഒരു രാഷ്ട്രീയത്തിലും വിശ്വസിക്കാത്ത, ഒരു രാഷ്ട്രീയവും ഇല്ലാത്ത ആളുകൾ പോലും നിങ്ങൾക്ക് ഫുൾ സപ്പോർട്ടാണ്. നിങ്ങൾക്ക് ഫുൾ സപ്പോർട്ടാണ്. കാരണം മിക്ക ആളുകളെ, നിഷ്പക്ഷമായിട്ടുള്ള മിക്ക ആളുകളുടെയും പ്രൊഫൈൽ നോക്കിക്കഴിഞ്ഞാൽ അതെല്ലാം മുകളിൽ കൊടുത്തിരിക്കുന്ന ഒറ്റ ഹാഷ്ടാഗാണ്, കൊടുത്താൽ കൊല്ലത്തും കിട്ടും. കൊല്ലത്തിന് സ്റ്റാർട്ടിംഗ് ആണ്. ഇപ്പോൾ തിരുവനന്തപുരത്തുകാരായിട്ട് എടുത്തത്. കാരണം എൻ്റെ തിരുവനന്തപുരത്തുകാർക്ക് ഞങ്ങൾ തിരുവനന്തപുരത്തുകാർക്ക് ഭയങ്കര ഇതാണ്. കാരണം പ്രതികരണ ശേഷി നമുക്ക് ഇച്ചിരി കൂടുതലാണ്. മനസ്സിലായില്ല? നമ്മൾ ഒരു പരിധി വരെയൊക്കെ നമ്മൾ സഹിക്കും. നമ്മൾ ഗാന്ധിയനെന്നോ അല്ലെങ്കിൽ കൂടിയും നമ്മളെ കൊണ്ട് സഹിക്കാൻ പറ്റുന്നതിൻ്റെ മാക്സിമം നമ്മൾ സഹിച്ചു. പിന്നെ നമ്മൾ പ്രതികരിച്ചു തുടങ്ങി കഴിഞ്ഞാൽ അവിടെ ഇനി പിണുങ്ങാണ്ടിയുടെ തന്തയാണെന്ന് ഓരോരുത്തരും നോക്കില്ല, കയറി എങ്ങും മേയും. മറ്റേ സിനിമയിൽ പറഞ്ഞ ഡയലോഗ് ഓർമ്മയിട്ടില്ല, പപ്പനാമൻ്റെ മണ്ണാണ് പൊന്നപ്പി എടുത്ത് ഉടുത്തുകളയെന്ന് വെച്ചാൽ ഉടുത്തുകളയും. ഒരു ദാക്ഷിണ്യം അവന്മാർ കാണിക്കില്ല. പിന്നെ ഇനി ഇതിന്റെ പേരിൽ ബക്കറ്റ് പിരിവ് എടുത്തോണ്ട് ഇനി വരാതിരുന്നാൽ നമ്മളെടുത്തോട്ട്. കാരണം സഖാക്കന്മാർക്ക് തൈലം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ബക്കറ്റ് പിരിവായിട്ട് കുറെ ഇനി ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ബക്കറ്റ് പിരിവായിട്ട് ഇറങ്ങുന്ന ഈ സഖാക്കന്മാർക്ക് തൈലം വാങ്ങിക്കാനുള്ള ബക്കറ്റ് പിരിവായിട്ട് ഇറങ്ങുന്ന സമയത്ത് 2 ബക്കറ്റ് അധികം വാങ്ങിക്കണം കേട്ടോ. കാരണം ഈ ആർഷയുടെ കൂടെ ഉള്ള കുറെ നേതാക്കന്മാർക്ക് ജട്ടി വാങ്ങിക്കാൻ പൈസ ഇല്ല. അപ്പോൾ അവന്മാർക്ക് കുറച്ച് ജട്ടി വാങ്ങിക്കാനുള്ള പൈസയും കൂടെ നമുക്ക് ഈ ബക്കറ്റ് പിരിവ് നടത്തി ഉണ്ടാക്കി കൊടുക്കണം. എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റുന്നില്ല ഗൈസ്. എന്നാലും ഞാൻ പറയുന്നത് ബിഗ് സല്യൂട്ട് RSS.